പാലക്കാട് ആര് ജയിക്കും? കേരളം ഉറ്റുനോക്കുന്നതാണ്. ഗോപാലകൃഷ്ണൻ അഡ്വക്കേറ്റ് പി. ഗോപാലകൃഷ്ണൻ തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിൽ അദ്ദേഹത്തിന്റെ നിമിഷങ്ങളൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. നൃത്തം ചെയ്യുമോ? ബേപ്പൂരിൽ നിന്നുള്ള കൊട്ടിക്കലാശത്തിന്റെ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. അമ്പലപ്പുഴയിലെ കാഴ്ചകൾ കാണാൻ കഴിയും. എല്ലായിടത്തു നിന്നും ആഘോഷത്തിന്റെ ആവേശത്തിന്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിലുള്ള കാഴ്ചകൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്ഥാനാർത്ഥി ചിത്രങ്ങളൊക്കെ ആലേഖനം ചെയ്ത വസ്ത്രങ്ങൾ ധരിച്ച്, തൊപ്പികൾ ധരിച്ച് കുഞ്ഞുങ്ങളടക്കം നൃത്തം ചെയ്യുന്ന കൗതുക കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കൊടി വെടി അടിപൂരം എന്ന നിലയ്ക്കാണ് അത് കേരളത്തിലെ 2,70,00,000 വോട്ടർമാരാണ് 9-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ പോകുന്നത്. ഇന്നത്തെ കൊട്ടിക്കലാശം അവസാനിക്കുന്നതോടെ നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകളാണ്. നോക്കൂ, ആകാശ കാഴ്ചയാണ്. ഈ ആകാശ കാഴ്ചയിൽ എല്ലാ പാർട്ടികളുടെയും എല്ലാ മുന്നണികളുടെയും പതാക കാണാം. അങ്ങനെ ജനാധിപത്യത്തിന്റെ ഉത്സവമാണ്. ആ ഉത്സവത്തിന് മുന്നോടിയായുള്ള കൊട്ടിക്കലാശത്തിനാണ് സംസ്ഥാനം സാക്ഷിയാകുന്നത്. എല്ലായിടങ്ങളിലും ഇതേ സമാനമായ കാഴ്ചയാണ്. എത്ര ആവേശം ഉയർത്താൻ കഴിയുമോ അത്രയും ആവേശം ഉയർത്തിക്കൊണ്ട് എന്തൊക്കെ സാധ്യതകളുണ്ടോ ഈ പ്രചരണം കൊഴിപ്പിക്കാൻ, ആ സാധ്യതകളെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് എല്ലാ പാർട്ടികളും എല്ലാ മുന്നണികളും ഈ ഒരു കൊട്ടിക്കലാശം ആവേശകരമാക്കുന്ന പ്രശാന്ത് ഒരു പടി മുന്നിൽ നിൽക്കുകയാണ് ക്രെയിനിൽ. അങ്ങനെ കടുത്ത ത്രികോണ മത്സരം നടക്കുന്ന ഇടത്താണ് ആണ് ഈ പോരാട്ടവും കാഴ്ചയും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. കെ മുരളീധരനല്ലേ അവിടെ നിൽക്കുന്നത്? വി കെ പ്രശാന്ത് ആണല്ലേ? അതുപോലെ ശ്രീലേഖ. നേരത്തെ കെ മുരളീധരനെ നമ്മൾ ക്രെയിനിന്റെ മുകളിൽ കയറി നിൽക്കുന്ന കെ മുരളീധരനെ കണ്ടിരുന്നു. അങ്ങനെ ആകാശത്തേക്ക് ഉയർത്തി നിൽക്കുകയാണ് അവനവന്റെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികളെ എല്ലാവരും. അവിടെ നിന്ന് ജനങ്ങളെ അഭിവാദ്യം ചെയ്യുകയാണ്. വി രാജേഷിനെ നമുക്ക് ശ്രീലേഖയ്ക്കൊപ്പം കാണാൻ കഴിയുന്നുണ്ട്. വി കെ പ്രശാന്ത് തന്നെയാണ്. നേരത്തെ കൊടി മറഞ്ഞു നിൽക്കുന്നുണ്ടാണ്. ഞാൻ വിചാരിച്ചു നടുക്ക് നിൽക്കുന്നത് ഞാൻ വിചാരിച്ചത് കെ മുരളീധരനാണ് എന്ന്. മുൻ സ്പീക്കറാണല്ലേ? വി കെ പ്രശാന്ത് ഒപ്പം നിൽക്കുന്ന ആളുടെ കാര്യമാണ് ചോദിച്ചത്. അപ്പൊ അങ്ങനെ എല്ലാ നേതാക്കളുടെയും അകമ്പടിയോടുകൂടിയാണ് സ്ഥാനാർത്ഥികൾ എല്ലാവരും നിൽക്കുന്നത്. വി കെ പ്രശാന്താണ് ആ ഇടതുവശത്ത് കണ്ട ക്രെയിനിന് മുകളിൽ ഉണ്ടായിരുന്നത്. തൊട്ടിപ്പുറത്ത് ശ്രീലേഖയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. തിരുവനന്തപുരം മേയർ വി രാജേഷാണ് ശ്രീലേഖയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. നോക്കൂ, എത്ര വലിയ ചിത്രമാണെന്ന് നോക്കൂ. ആ ക്രെയിനിന് മുകളിൽ നിന്ന് താഴേക്ക് ഒഴുകിക്കിടക്കുന്ന ചിത്രത്തിൽ ശ്രീലേഖയുടെ ചിത്രമാണ് ആലേഖനം ചെയ്തിരിക്കുന്നത്. നരേന്ദ്രമോദിയുടെ ചിത്രമുണ്ട്. ആളും ആരവും അർത്ഥവും എല്ലാം വാരിക്കോരി ഒഴുക്കിയിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മിനിറ്റുകൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. 10 മിനിറ്റ് മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ആ ഒരു 10 മിനിറ്റ് കൂടി ആവേശം അതിന്റെ എല്ലാ സീമകളും മറികടന്നുകൊണ്ട് എല്ലാ ഉച്ചസ്ഥായിയിലും എത്തുന്ന കാഴ്ച തന്നെയാണ്. ഇപ്പോൾ ആകാശ ദൃശ്യം നമുക്ക് കാണാൻ കഴിയും. പ്രവർത്തകരെ കൊണ്ട്, അണികളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞ ഓരോ നഗരങ്ങൾ. അപ്പോൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന കാഴ്ചയാണിത്. എല്ലാ പാർട്ടികളും ഒരുപോലെ. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നുള്ള കാഴ്ചയാണ്. ഇവിടെ കാവടിയാട്ടം. ആകാശ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് തൃശ്ശൂരാന്ന് മനസ്സിലാകും അല്ലേ? മറ്റൊന്നും വേണ്ടിവല്ല, പൂക്കാവടി കണ്ടാൽ മതി. തവനൂരിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. വി എസ് ജോയി ആളുകളെ അഭിസംബോധന ചെയ്യുകയാണ്. തൃശ്ശൂരിലെ ആഘോഷ കാഴ്ചകൾക്കിടയിൽ തൃശ്ശൂരിന്റെ MP സുരേഷ് ഗോപിയെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തൃശ്ശൂർ എടുത്ത സുരേഷ് ഗോപി ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രഭാവം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് നിൽക്കുന്നത്. അവിടെ തൃശ്ശൂരിൽ മത്സരിക്കാൻ ഇറങ്ങുന്നത് പത്മജ വേണുഗോപാലാണ്. BJPക്ക് വേണ്ടി അത് ആവർത്തിക്കുമോ എന്ന ചോദ്യമാണുള്ളത്. പത്മജ കഴിഞ്ഞ ദിവസം കൈപ്പത്തി മത്സരിച്ചപ്പോൾ 1000 ചില്ലാനം വോട്ടിനാണ് പരാജയപ്പെട്ടത്. അങ്ങനെ കെ കരുണാകരന്റെ മക്കളോ ജയിച്ചിട്ടില്ലാത്ത തൃശ്ശൂരിൽ ചരിത്രം മാറ്റി എഴുതാൻ കഴിയും എന്നുള്ളതാണ് പത്മജയുടെ അനുകൂലമല്ല. പത്മജ വേണുഗോപാലിന് വേണ്ടി നരേന്ദ്രമോദി തന്നെ ഇത്തവണ റോഡ് ഷോ നടത്തി. ആ റോഡ് ഷോയിൽ നരേന്ദ്രമോദിക്കൊപ്പം വാഹനത്തിൽ പത്മജ വേണുഗോപാൽ സഞ്ചരിച്ചു. മാത്രമല്ല, കരുണാകരൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ NDA മുന്നണിയിൽ ചേരുമായിരുന്നു എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ഇത്തവണ കരുണാകരൻ ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം അതിന് മറുപടി പറയുന്നില്ല എന്ന് വിചാരിക്കാൻ നിവൃത്തിയുള്ളൂ. ഇനി 8 മിനിറ്റ് മാത്രമാണ് പരസ്യപ്രചാരണം അവസാനിക്കാനുള്ളത്. ഇപ്പോൾ പേരാവൂരിൽ നിന്നുള്ള കാഴ്ചകൾ കാണാം. എല്ലായിടത്തെയും ദൃശ്യങ്ങൾ കാണാം.
അഖില കേരളം അണിനിരന്നു, സകല മനുജരും സടകുടഞ്ഞു. വാക്ഷരങ്ങളും ഗർജനങ്ങളും അശ്വവേഗവും കളഭവീര്യവും. അടവ് പടരും അതിൽ തടകൾ പണിയുമിനി, ചടുല പദഗതിയിൽ പടകളിളകുമിനി. ഉയരും വിപുല ധ്വജം, പകരുമിനി ഉടലിൽ നിറയുമൊരു കലികൾ പറയുമിനി. കേരള മഹായുദ്ധം, ഇതു കേരള മഹായുദ്ധം. കേരള മഹായുദ്ധം, ഇതു കേരള മഹാ. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കുന്ന സർക്കുലറിൽ BJP-യുടെ സീറ്റ് വരുന്ന ഈ കാലത്ത് ഇങ്ങനൊരു കമ്മീഷൻ ഉണ്ട് എന്ന് നമ്മളെ അറിയിച്ച TN ശേഷന്റെ ഈ നാട്ടിൽ മോത്തിലാൽ നെഹ്റുവിന്റെ പേരിൽ 100 വർഷങ്ങൾക്ക് മുമ്പേ സ്കൂളുകളുള്ള ഈ നാട്ടിൽ UDF മാത്രമേ ജയിക്കാവൂ, UDF മാത്രമേ ഭരിക്കാവൂ, UDF-ന്റെ റാണി നാട്, ഇത് നമ്മൾ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആവേശത്തിന്റെ സമയമാണ് ഞാൻ ഒരുപാട് സംസാരിക്കുന്നത്. കൈപ്പറ്റ ചിഹ്നത്തിൽ UDF-ന് വോട്ട് തന്ന് എന്നെ വിജയിപ്പിക്കണമെന്ന് നിങ്ങൾ ഓരോരുത്തരോടും ആത്മാർത്ഥമായി മനസ്സിലുണ്ട്. ഈ വിജയം UDF-ന്റെ വിജയമാക്കി മാറ്റാൻ എന്നോട് സമ്മതിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ഒരു പാട്ട് കൊടുക്കുന്നു. മഹായുദ്ധം, കേരള മഹായുദ്ധം, ഇതു കേരള മഹാ. 4 മിനിറ്റുകൾ മാത്രമാണ്. നിമിഷം എണ്ണി കാത്തിരിക്കൂ. ഇതാ നോക്കൂ, കേരളം നമുക്ക് വേണമെങ്കിൽ ഇന്ത്യക്ക് മുന്നിൽ വെക്കാം, ഇതിന് മുകളിൽ വെക്കാനുണ്ടെങ്കിൽ വെക്കാം എന്ന് പറയാം. ആ നിലയ്ക്കുള്ള ആവേശമാണ് ഇപ്പോൾ നമുക്ക് നമ്മുടെ സ്ക്രീനിലടക്കം കാണാൻ കഴിയുന്നത്. ഈ കാഴ്ച ഒറ്റപ്പെട്ട കാഴ്ചയല്ല. സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലും ഇത്രമേൽ ആവേശഭരിതമായ കാഴ്ച കാണാൻ കഴിയുന്ന ഈ ഇടക്കാലത്തെ ഏറ്റവും അവസാനത്തെ നിമിഷമാണ് നമുക്ക് നമ്മുടെ മുന്നിൽ ദാ ഇപ്പോൾ അരങ്ങേറുന്നത്. ബോക്സുകളിൽ നിറയുന്ന ഈ കാഴ്ച എത്ര പേരാണ് ചുവടുവെക്കുന്നത് എന്ന് നോക്കൂ. മധു, ഒട്ടും കുറവില്ലാത്ത ആവേശം എന്ന് തന്നെ പറയാം. ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരുപാട് വിവാദങ്ങൾ കത്തിക്കയറി. അത് പാലക്കാട്ടെ ഡീൽ വിവാദങ്ങളിൽ തുടങ്ങി ഒരുപാട് വിവാദങ്ങൾ കത്തിക്കയറിയ ഒരു തെരഞ്ഞെടുപ്പ് കാലമായിരുന്നു. ആ തെരഞ്ഞെടുപ്പ് കാലത്തെ പരസ്യ പ്രചാരണം അവസാനിക്കുന്ന നിമിഷങ്ങളാണ് ഇനി അവശേഷിക്കുന്നത്. വെറും 5 മിനിറ്റ് സമയം മാത്രമാണ്. ആ ഒരു 5 മിനിറ്റ് സമയം എത്രത്തോളം ആവേശമുയർത്താൻ കഴിയുമോ അത്രത്തോളം ആവേശമുയർത്തി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും അത് നൃത്തം വെച്ചാണെങ്കിൽ നൃത്തം വെച്ച് അത് എങ്ങനെ ഏത് വിധത്തിൽ വേണമെങ്കിലും അത് ആവേശത്തിന്റെ പാടിയിട്ടാണെങ്കിൽ പാടിയിട്ടെ എന്ന നിലയ്ക്കാണ് 2.25 കോടി ജനങ്ങൾ, 890 സ്ഥാനാർത്ഥികൾ, 3 മുന്നണികൾ, സ്വതന്ത്രന്മാർ, എണ്ണമില്ലാത്ത അണികൾ നിരന്നു നിൽക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആളുണ്ട്, അർത്ഥമുണ്ട്, ആവേശമുണ്ട്, പണം വാരി എറിയുന്ന കാഴ്ച കൂടിയാണ് എന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട്.